നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി ഉയർത്തിക്കാട്ടിയുള്ള പാകിസ്ഥാന്റെ പ്രചരണത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടി സൗദി സന്ദർശനത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവും ഹൈദരാബാദ് MP-യുമായ അസദുദ്ദീൻ ഒവൈസിയുടെ പ്രസംഗത്തിന്റെ മലയാളം തർജ്ജമയാണ് ഈ വീഡിയോ. ഞങ്ങളുടെ ആയിരക്കണക്കിന് സൈനികരും പാരാമിലിറ്ററി സേവകരും പാകിസ്ഥാൻ നേതൃത്വം നൽകുന്ന തീവ്രവാദി ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ടു. ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ നടന്നത് ഏറ്റവും ഭയാനകമായ കൂട്ടക്കുരുതിയാണ്. സ്ത്രീകളെ മാറ്റി നിർത്തി കലിമ ചൊല്ലാൻ സാധിക്കാത്ത മുസ്ലിങ്ങളല്ലാത്ത പുരുഷന്മാരുടെ തലയിൽ വെടിവെച്ച് അവരെ കൊന്നു. ഇന്ത്യയിലെ സമീപകാല ചരിത്രത്തിൽ ഇത്രയും ഭീതിതമായ ഒരു കൂട്ടക്കൊല ഉണ്ടായിട്ടില്ല. ഇതിന് മറുപടിയായി എൻ്റെ സർക്കാർ മെയ് 8-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ തീവ്രവാദികളെന്ന് സ്ഥിരീകരിച്ച തീവ്രവാദ സംഘടനകളുടെ 9 കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിച്ചു. ആക്രമണങ്ങൾ തുടരവേ പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യയിലേക്ക് വിളിക്കുകയും വെടിനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാൻ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്ന കാര്യം. സ്വാഭാവികമായും അവിടെ ചോദ്യം ഉരുത്തിരിയും, എന്തുകൊണ്ട് ഞങ്ങൾ അവരോട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന്. ഇതിനുത്തരമായി ഒരു കാര്യം പറയേണ്ടതുണ്ട്. മുംബൈ ഭീകരാക്രമണം ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച തീവ്രവാദികളെത്തി. റെയിൽവേ സ്റ്റേഷനിലും ഹോട്ടലുകളിലും കയറി അവർ ആളുകളെ കൂട്ടക്കുരുതി ചെയ്തു. മുംബൈ പോലീസിന്റെ കരുത്തും ആത്മധൈര്യവും കാരണം ഞങ്ങൾ തീവ്രവാദിയെ ജീവനോടെ പിടിച്ചു. ആ തീവ്രവാദിയുടെ പേര് അജ്മൽ കസബ് എന്നായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ അജ്മൽ കസബിനെ കൊണ്ടുവരികയും ഞങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. അജ്മൽ കസബിനെ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഞങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരവധി പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്തി. ആക്രമണ സമയത്തുടനീളം അജ്മൽ കസബിനോട് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ നേതാക്കൾ ആശയവിനിമയം പുലർത്തുകയും മനസ്സ് മടിക്കരുത്, കൊല്ലാൻ പറ്റുന്നത്ര ഇന്ത്യക്കാരെ കൊന്നു തള്ളണമെന്നും ശേഷം സ്വർഗത്തിൽ പോകാമെന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ആക്രമണത്തിന് ശേഷം മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യൻ അന്വേഷണ സംഘം പാകിസ്ഥാനിലെത്തുകയും ലഭ്യമായ ഇത്തരത്തിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ചില അമേരിക്കൻ പൗരന്മാരും കൊല്ലപ്പെട്ടിരുന്നു. ആശ്ചര്യമെന്ന് പറയട്ടെ, പാകിസ്ഥാനിൽ നിന്നും ഒരു പോസിറ്റീവായ പ്രതികരണവും ലഭിച്ചില്ല. ഒന്നും മുന്നോട്ട് പോയില്ല. നിരവധി ആളുകൾ നിരവധി തവണ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ പാകിസ്ഥാനിലെ ലാഹോറും ഇസ്ലാമാബാദും ഒക്കെ സന്ദർശിച്ചെങ്കിലും അവിടെ നിന്നും നമുക്ക് അനുകൂലമായ മറുപടി ലഭിച്ചില്ല. പാകിസ്ഥാനെ FATF ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി സാജിദ് മിറിന് അനുകൂലമായി പാകിസ്ഥാൻ നുണ പറഞ്ഞു. ജർമ്മനിയിൽ വെച്ച് നടന്ന യോഗത്തിൽ സാജിദ് മിറിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത്. പിന്നീട് നടന്ന FATF യോഗത്തിൽ മിർ ജീവിച്ചിരിപ്പുണ്ടെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. ഇതോടെ മിർ മരിച്ചെന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് പറഞ്ഞത് കളവാണെന്നത് വ്യക്തമായി. മിറിനെ പല ഇന്ത്യൻ കോടതികളും ശിക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും അയാൾ സ്വതന്ത്രനായി നടക്കുകയാണ്. പത്താൻകോട്ട് ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ പോയി ഭീകരാക്രമണത്തിന്റെ പാക് പങ്കിനെ കുറിച്ചുള്ള തെളിവുകൾ നൽകാമെന്ന് മോദി അറിയിച്ചതാണ്. എന്നിട്ടും തെളിവുകൾ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതികൾ ഇപ്പോഴും സ്വതന്ത്രരായി നടക്കുകയാണ്. അവരെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന കുറ്റകൃത്യം മാത്രം ചുമത്തുകയാണ് ചെയ്തത്, അല്ലാതെ തീവ്രവാദത്തിന്റെ പേരിൽ ശിക്ഷിച്ചില്ല. ഇങ്ങനെയുള്ള പാകിസ്ഥാനോട് ഞങ്ങൾ സഹകരിച്ച് തീവ്രവാദത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ ഞങ്ങളോട് സഹകരിച്ചില്ല. ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു, അവർ സന്നദ്ധരായില്ല. പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഇന്ത്യ ഒരു തീവ്രവാദ ക്യാമ്പുകൾ നടത്തുന്നില്ല. ഇന്ത്യ ഒരു തീവ്രവാദത്തെയും സംരക്ഷിക്കുന്നില്ല. ഭീകരവാദ ഫണ്ടിംഗ് തടയുന്നതിന് പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായുള്ള ഇത്തരം ഫണ്ടിംഗ് നമുക്ക് നിർത്താൻ സാധിക്കുകയുള്ളൂ. US ഭീകരനായി പ്രഖ്യാപിച്ച മുഹമ്മദ് അസാനൊപ്പം പാക് സൈനിക മേധാവി അസീം മുനീർ വേദി പങ്കിട്ടു. അവർ തമ്മിൽ ഹസ്തദാനം ചെയ്യുന്ന ചിത്രവും തെളിവായുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തുകയും പടർത്തുകയും ചെയ്യുന്നതിന് ഇതിനേക്കാൾ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നതുമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇതിലേറ്റവും നിർഭാഗ്യകരമായ കാര്യം എന്തെന്നാൽ പാകിസ്ഥാൻ ലോകത്തിലെ മുസ്ലിം സമുദായത്തോടും അറബ് രാഷ്ട്രങ്ങളോടും വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഞങ്ങളാണ് മുസ്ലിം രാഷ്ട്രം, ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമല്ല എന്നുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 240 ദശലക്ഷം മുസ്ലിങ്ങളാണ് അഭിമാനത്തോടു കൂടി ഇന്ത്യയിൽ ജീവിക്കുന്നത്. ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ്.
അവർക്ക് നന്നായി അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം, സംസാരിക്കാൻ അറിയാം. തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേഷ്യയിൽ സ്ഥിരതയുണ്ടാകും. പാകിസ്ഥാൻ സാർക്ക് രാജ്യങ്ങളോട് പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യക്ക് ബംഗ്ലാദേശിനോട് ചേർന്നുകൊണ്ട് റെയിൽവേ ലൈനുകൾ വികസിപ്പിക്കാൻ പോലും താല്പര്യമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇതിന് അനുവദിക്കുന്നില്ല. ലോകം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലേക്ക്, ഇന്ത്യയുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഈ പ്രൊപ്പഗൻഡ പൊളിച്ചെഴുതണം. ഇന്ത്യ പാകിസ്ഥാനിലെ എയർബേസുകളിൽ ആക്രമിച്ചു. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവ പൂർണ്ണമായി നശിപ്പിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങളത് ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പാകിസ്ഥാൻ ഒരു വാണിംഗ് നൽകുക മാത്രമാണ് ചെയ്തത്. നോക്കൂ, ഞങ്ങളെ കൊണ്ട് ഇനി ഇതിനേക്കാൾ കൂടുതൽ ചെയ്യിപ്പിക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് കുഴിമാടങ്ങൾ പണിയും. 9 ഭീകര സംഘടനാ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടു ഞങ്ങൾ. കൊല്ലപ്പെട്ട ഭീകരർക്കായി നമസ്കാരം നയിച്ച വ്യക്തി US ഭീകരനാണെന്നത് ഞെട്ടിച്ചു. ഭീകരവാദികളുടെ മരണാനന്തര ചടങ്ങുകളിൽ ഭീകരവാദികളോടൊപ്പം പാകിസ്ഥാനിലെ മിലിറ്ററി നേതാക്കന്മാരും പങ്കെടുത്തു. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് ആക്രമണം നടത്തിയതെന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത് ലഷ്കർ ഇ തോയ്ബയുടെ പുതിയ നാമം മാത്രമാണ്. ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ 4 തവണയാണ് ഈ കാര്യം പറയാൻ പോയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ 26 പൗരന്മാരെയാണ് നഷ്ടപ്പെട്ടത്. അതിലൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് 6 ദിവസങ്ങൾ മാത്രമായി ഉണ്ടായിരുന്ന ഒരു വൈവാഹിക ജീവിതത്തിൽ 7ാം ദിവസം അവൾ വിധവയായി. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ രാഷ്ട്രീയമല്ല ഉള്ളത്. തീർച്ചയായും ഞങ്ങൾ തിരികെ പോകും. ഞങ്ങൾ ഞങ്ങളുടെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളിലെത്തും. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തിലിരുന്ന് എതിർപക്ഷ പാർട്ടികളായ BJP ഒക്കെ വിമർശിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് സംസാരിക്കുന്നത്. 2003 മെയ് മാസത്തിൽ സൗദി അറേബ്യയും ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണം നേരിട്ടിരുന്നു. എനിക്കറിയാം, സൗദി അറേബ്യയിലെ ഉലമാ കൗൺസിൽ തീവ്രവാദത്തിനെതിരെ ഫത്വ പോലും പുറപ്പെടുവിച്ചിരുന്നു. ആ ഫത്വയിൽ കൃത്യമായി പറയുന്നുണ്ട്, തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് പോലെ തന്നെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണം നൽകുന്നത്. ഞങ്ങൾക്ക് ഉറപ്പാണ് സൗദി അറേബ്യ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന്. ഞാൻ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ അഭിമാനിക്കുന്നു. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ സമാധാനത്തോടെ ജീവിക്കുന്നത്. സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം എത്രയോ വലുതാണ്. നമ്മൾ തമ്മിലുള്ള വ്യാപാര സുഗമമാണ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ എത്രയോ തവണകൾ സംയുക്ത കരസേന നാവികസേന അഭ്യാസങ്ങൾ നടത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യയുടെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ യുദ്ധം അവസാനിപ്പിക്കണം. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവസാനിപ്പിക്കണം. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ പാകിസ്ഥാന്റെ ഈ തീവ്രവാദ ആക്രമണങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ വളരട്ടെ, വികസിക്കട്ടെ, അവരുടെ കുട്ടികൾ മിടുക്കരാവട്ടെ, അവർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കട്ടെ, അവർ ദാരിദ്ര്യത്തിൽ നിന്നും അവർക്ക് മുക്തി ലഭിക്കട്ടെ. അതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു ചൊല്ലുണ്ട്, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തിന് ഒരു ആർമി ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാൻ ആർമിക്ക് ഒരു രാജ്യമാണുള്ളത്. പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റും പാകിസ്ഥാന്റെ ആർമിയും തീവ്രവാദം നിർത്തണം. അതിനായി സംസാരിക്കാനാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ ഇന്ത്യക്ക് വളരുകയും വികസിക്കുകയും ശക്തരാവുകയും ചെയ്യണം. ഞാനൊരു കാര്യം ഉറപ്പു നൽകാം, ഞങ്ങൾ ശക്തരായാലും വളർന്നാലും വികസിച്ചാലും അത് ഈ ലോകത്തിന് ഭീഷണിയാവില്ല. എന്നാൽ പാകിസ്ഥാനും പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റും ആർമിയും മാനവികതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്.